കോഴമോള് തലയിൽ മുണ്ടിട്ട് SFIO ഓഫീസിൽ. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയെന്ന കേസിൽ എക്സാലോജിക് എന്ന മാസപ്പടി വാങ്ങുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഉടായ്പ കമ്പനിയുടെ ഡയറക്ടറും PV എന്ന പിണറായി വിജയന്റെ മകളുമായ T വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചെന്നൈ ഓഫീസിലെത്തി കയ്യും കൂപ്പി നിൽപ്പുണ്ട്. അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകുവാൻ എത്തിയതാണെന്നാണ് വിവരം. SFIOയ്ക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത്. ഇന്ന് അതായത് തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയത്. അതീവ രഹസ്യമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ടത്. അങ്ങനെ നാട്ടുകാർക്കെതിരെ എല്ലാം കള്ളക്കേസുകൾ കൊടുത്ത് പണ്ടാരമടക്കാൻ ശ്രമിച്ച വിജയന്റെ മകളും തൻ്റെ ഊഴം കാത്ത് ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെന്നൈയിൽ നിൽപ്പുണ്ട്. പിണറായിയുടെ മകൾ വീണയ്ക്കെതിരെയും കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയും SFIO അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്ന് കേന്ദ്ര ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. CMRLും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ. അല്ലാതെ സഹാക്കന്മാർ തള്ളിമറിക്കുന്നത് പോലെ ഒരു പാവം പെൺകുട്ടി നൽകിയ സേവനങ്ങൾക്ക് നൽകിയ പണമല്ല ഇത്. കേരളത്തെ തുറന്നു തിന്നാൻ കരിമണൽ കർത്തയ്ക്ക് അച്ചാരം നൽകിയതിന്റെ ഒരംശം മകൾക്ക് പോക്കറ്റ് മണിയായി നൽകിയ ഒരു തന്തപ്പടിയുടെ അവിവേകം കൊണ്ടാണ് മകളിന്ന് അണ്ണാച്ചി ദേശത്ത് പോയി കയ്യും കൂപ്പി നിൽക്കുന്നത്. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച തള്ളിയിരുന്നു. ജനുവരി 31-ന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന എടുത്ത് പള്ളയിൽ കളഞ്ഞത്. അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല. കമ്പനികാര്യ നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി SFIO സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് വീണയ്ക്ക് വേണ്ടി വാദിച്ചത്. ഗുരുതര കുറ്റകൃത്യമല്ലെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് 212 ചുമത്തിയാണ് അന്വേഷിക്കുന്നതെന്നും UPIക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ലെന്നും കമ്പനി വാദിച്ചു. എന്നാൽ CMRL രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് SFIO വാദിച്ചത്. ഒരു സേവനവും നൽകാതെ CMRLൽ നിന്ന് 1.72 കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണം ഏറ്റെടുത്തത്. അതോടെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസി കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. സമാന രീതിയിൽ പല വ്യവസായികളുടെ കയ്യിൽ നിന്നും വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ SFIOയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ വിജയന്റെ മകൾ ഗോതമ്പുണ്ട തിന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.